ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നാം എല്ലാവരും വീണ്ടും വീണ്ടും പരിശ്രമിക്കുവാനാണ് നമ്മോട് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നന്മ ചെയ്യുന്ന വ്യക്തികൾ അതെത്ര ചെറിയ നന്മയായാലും ശരി, ആ നന്മയുടെ ഗുണം അയാൾ കാണും, അയാളതിൻ്റെ ഫലം അനുഭവിക്കും. തിന്മ ചെയ്യുന്ന ആളുകൾ അതെത്ര ചെറിയ തിന്മയായാലും ആ തിന്മയുടെ പേരിലുള്ള പരാജയങ്ങൾ ആ വ്യക്തി അനുഭവിക്കും. പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലെങ്കിൽ തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. ഈ തത്വങ്ങളാണ് മതത്തിൻ്റെ അടിസ്ഥാനമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നിസ്കാരവും മറ്റ് ആരാധനകളും എല്ലാം നാം നിർവഹിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് എല്ലാം നമ്മുടെ തന്നെ വിജയത്തിന് വേണ്ടിയും സന്തോഷത്തിനും വേണ്ടിയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ വാർത്തകളാണ് നമുക്ക് ചുറ്റും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തം 400-ലധികം ആളുകളുടെ മരണത്തിന് അത് കാരണമായി. ഈ വലിയ ദുരന്തങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് മനുഷ്യന് കാരുണ്യവും നന്മയും ചെയ്യുന്ന അള്ളാഹു എന്താണ് ഈ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്? അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യാനും വിശ്വാസികളെ വേദനിപ്പിക്കുവാനും ചില ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുങ്ങിപ്പുറപ്പെടാറുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ ദുരന്തങ്ങളെ എല്ലാം കാണുന്നത് ഏത് രൂപത്തിലാണ്? പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിൽ 79-ാം വാക്യത്തിൽ പറയുന്നത്, മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്. നിനക്ക് ഏത് നന്മയും സന്തോഷവും ലഭിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു നിനക്ക് തരുന്നത് കൊണ്ടാണ്. അള്ളാഹു തരാതെ നിനക്ക് ഒരു സുഖവും സന്തോഷവും ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയില്ല. അതിനുശേഷമായി പറയുന്നു, വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. നിൻ്റെ നേരെ വരുന്ന ദുരന്തങ്ങൾ, അത് ഉരുൾപൊട്ടലായാലും ജലപ്രളയമായാലും ശക്തമായ കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ അതിൻ്റെ കാരണം ഫമിൻ നഫ്സിക്, മനുഷ്യ നീ ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ പ്രകൃതിക്ക് എതിരായ നീക്കങ്ങൾ നീ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ഭൂമിയിൽ വരുന്നത്. അള്ളാഹു ഒരിക്കലും മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയില്ല. മനുഷ്യൻ നിയമങ്ങൾ ലംഘിക്കുകയും സ്വന്തം ലാഭത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഭൂമി കയ്യേറിയും മലകൾ ഇടിച്ചു നിരത്തിയും വയലേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ നീങ്ങുമ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളാണ് നാം കാണുന്നതും കേൾക്കുന്നതും. ഖുർആൻ ഈ ആശയം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം ചില മനുഷ്യരുടെ അവിവേകങ്ങളാണ്. മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി പ്രകൃതിയിൽ എന്തെങ്കിലും അവൻ മാറ്റം വരുത്താൻ
ഉദ്ദേശിക്കുന്നുവെങ്കിൽ 100 വട്ടം ആലോചിക്കണം. ഇതിൻ്റെ പേരിൽ പ്രകൃതിയിലെ ഏതെങ്കിലും ഭാഗത്ത് അതിൻ്റെ സന്തുലിതാവസ്ഥ തകരാറായി പോകുമോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കണം. ഗവൺമെൻറ് ഏജൻസികൾ, ഭരണകൂടങ്ങൾ അവരുടെ എല്ലാവരുടെയും വിദഗ്ധമായ അഭിപ്രായം തേടിയതിന് ശേഷമല്ലാതെ മണ്ണും കല്ലും പാറയുമൊന്നും മനുഷ്യൻ നീക്കം ചെയ്യരുത്. അതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഇവിടെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആത്യന്തികമായി അവർ അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിശുദ്ധ ഖുർആനോടൊപ്പം നിൽക്കാൻ, മത നിയമങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന യാതൊന്നിലും ഇടപെടാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിക്കാനും എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.